സിനുജി, ഈ മാലദ്വീപുമായി ബന്ധപ്പെട്ട് ഈ വളരെ വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്നു. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇവർ കുറച്ച് ഇന്ത്യയുമായി ഉടക്കുകയും അങ്ങനെ കുറച്ച് വിവാദങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്തിരുന്നു. പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് മാലദ്വീപ് ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കിയ ഒരു ദ്വീപ് രാഷ്ട്രമാണെന്ന് പറയാം. പക്ഷേ ഇന്ത്യയോട് ഉടക്കിയതിന് ശേഷം ഇപ്പോഴത്തെ മാലദ്വീപിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഠമാർ പഠാറായി എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ആകെ തകിടം മറിഞ്ഞു. പക്ഷേ ലക്ഷദ്വീപിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വലിയ നേട്ടം ഉണ്ടായി എന്നും നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പുറത്തു വരുന്നു. ഈ മാലദ്വീപിൻ്റെ ഒരു അവസ്ഥ എന്താണ്? മാലദ്വീപിൽ ഇപ്പോൾ എടുത്ത കണക്കനുസരിച്ച് 41% ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഇന്ത്യയെ വെറുപ്പിച്ചതാണ്. അത് ഇന്ത്യയുമായിട്ടുള്ള അനാവശ്യമായ ഒരു സംഘർഷം സൃഷ്ടിച്ചതാണ് വിനോദസഞ്ചാരികൾ അവിടേക്ക് എത്താൻ അല്ലെങ്കിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം തന്നെ ലക്ഷദ്വീപിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. അപ്പോൾ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ മാലദ്വീപിലെ ടൂറിസം മന്ത്രാലയമുണ്ട്. അവർ ചില കണക്കുകൾ പുറത്തുവിട്ടു. അവർ കണക്ക് വിട്ട കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ ഈ മാലദ്വീപിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 2024 ഏപ്രിൽ മുതൽ ജൂലൈ വരെ ഒരു കണക്കെടുത്തപ്പോൾ അപ്പോൾ അവർ നോക്കിയപ്പോൾ കഴിഞ്ഞ വർഷം എത്രത്തോളം ഇന്ത്യയിൽ നിന്ന് വിനോദസഞ്ചാരികൾ വന്നുവോ അതിൻ്റെ നേർപകുതിയായി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇത് വലിയ പ്രശ്നമാണ്. അപ്പോൾ വീണ്ടും ഈ പറയുന്ന മാലദ്വീപിലെ ടൂറിസം മന്ത്രാലയം കണക്കുകൾ മൊത്തം എടുത്ത് പരിശോധിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവിടുത്തെ ഒരു ടൂറിസം എന്ന് പറയുന്നത് ജനുവരി മുതൽ ഏതാണ്ട് ജൂലൈ വരെയാണ്. 2023 ജനുവരി മുതൽ ജൂലൈ വരെയുള്ള കണക്കെടുത്തപ്പോൾ 1,22,000 വിനോദസഞ്ചാരികൾ ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്ക് പോയി. അപ്പോൾ മാലദ്വീപിൻ്റെ ഒരു പ്രധാന വരുമാന മാർഗ്ഗം ഈ ടൂറിസമാണ്. അവിടെ മനോഹരമായ ദ്വീപുകളാണ്, മനോഹരമായ എല്ലാ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ 2024 ജനുവരി മുതൽ ജൂലൈ വരെ കണക്കെടുത്തപ്പോൾ 76,000 പേർ മാത്രമേ ഇന്ത്യയിൽ നിന്ന് ടൂറിസ്റ്റുകളായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ. അപ്പം ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞു, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞു. അപ്പം മൊത്തത്തിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എടുത്തപ്പോൾ ഇന്ത്യക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് നടത്തിയ ചില പരാമർശങ്ങൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് നേരെ വീണ്ടും പറയുകയാണ്, ഞങ്ങളോടുള്ള ബഹിഷ്കരണം അവസാനിപ്പിക്കണം, ഞങ്ങളെ സഹായിക്കണം എന്ന് മാലദ്വീപ് പറയുന്നു. അതിനിടയ്ക്ക് ഒറ്റ കാര്യം ചോദിക്കട്ടെ, അത് ഇവർ ഇറന്നു വാങ്ങിയൊരു പണി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാമല്ലോ. കാരണം മനഃപൂർവ്വം ഇങ്ങോട്ട് ഉടക്കുണ്ടാക്കാൻ വരികയും അതിനെ മറികടക്കാൻ വേണ്ടി നരേന്ദ്രമോദി ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം ഇതിനെപ്പറ്റി വലിയൊന്നും സംസാരിക്കാതെ നേരെ ലക്ഷദ്വീപിലേക്ക് വരികയും അവിടെ ആ കടൽ തീരത്ത് ഇരുന്നു കൊണ്ട് ഒരൊറ്റ ഫോട്ടോഷൂട്ട് മാത്രം എടുത്തുകൊണ്ട് എക്സിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തതോടുകൂടി വലിയ തരത്തിലുള്ള പിന്തുണയും അതുപോലെ തന്നെ ഈ ലക്ഷദ്വീപ് ഇതിനേക്കാൾ മനോഹരമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരികയും വലിയ തിരിച്ചടി ഇവർക്ക് ഉണ്ടാകുകയല്ലേ ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ ഈ പാർത്ഥം പറഞ്ഞത് ശരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചോദിച്ചു വാങ്ങി പണിയാണ്. അതെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എന്ത് ചെയ്താലും ലോക രാജ്യങ്ങൾ അദ്ദേഹത്തെ വീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു വീഡിയോയോ ഒരു ചിത്രങ്ങളോ ഒക്കെ പോസ്റ്റ് ചെയ്താൽ അതെവിടെയാണ് എന്താണ് എന്നൊക്കെ നോക്കുന്നു. അപ്പോൾ അദ്ദേഹം പോസ്റ്റ് ചെയ്തത് എന്താ, ഒരു വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട മനോഹര ചിത്രങ്ങൾ എന്ന നിലയിലാണ്. അത് ലക്ഷദ്വീപായിരുന്നു. അപ്പോൾ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു ടൂറിസം കേന്ദ്രം ഇന്ത്യയുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് ലോകരാജ്യങ്ങൾ അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു. അവരെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ടാൽ മാത്രം മതിയായിരുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ മാലദ്വീപ് ഇത്രയും കാലം കൊണ്ട് എത്രത്തോളം ഈ വിനോദസഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിച്ചോ അതിൽ വലിയ ഇടിവുണ്ടായി. അപ്പോൾ അന്ന് അവർ പ്രതീക്ഷിച്ചത് ചൈനയുമായി നമുക്ക് നല്ല ബന്ധമുണ്ടല്ലോ, അപ്പോൾ സ്വാഭാവികമായും ചൈന സഹായിക്കും. ശരിയാണ്, 51% ചൈനീസ് സഞ്ചാരികൾ കൂടുതലായിട്ട് ഇത്തവണ അവിടേക്ക് എത്തി. അപ്പോൾ കണക്ക് പറയുകയാണെങ്കിൽ 2023 അവിടേക്ക് ഏതാണ്ട് 96,000 വിനോദസഞ്ചാരികളാണ് ചൈനയിൽ നിന്ന് എത്തിയത്. പക്ഷേ ഈ ഉപരോധം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ബഹിഷ്കരണമൊക്കെ വന്നപ്പോൾ ചൈന അവരെ സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് 2024 1,59,000 ചൈനീസ് സഞ്ചാരികൾ അവിടെ എത്തി. ഒപ്പം തൈവാനിൽ നിന്നും ജപ്പാനിൽ നിന്നും ഒക്കെ കൂടുതൽ ആളുകളെ അവിടേക്ക് എത്തിക്കാൻ ചൈന ശ്രമവും നടത്തി, കാരണം ഇന്ത്യയോടുള്ള ഒരു വിരോധം. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ ഒരു പടമിട്ടപ്പോൾ മാലദ്വീപിലെ ഏതാനും മന്ത്രിമാർ വളരെ മോശം പരാമർശം നടത്തി. അതായത് ഈ പറയുന്ന പരാമർശം എന്ന് പറയുന്നത്, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കോമാളിയാണ്, കോമാളിയെ പോലെ പ്രവർത്തിക്കുന്നു, ഒപ്പം ഇസ്രയേലിന്റെ കയ്യിലെ കളിപ്പാവയാണ്. അപ്പം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്. എത്ര എതിർപ്പുണ്ടെങ്കിലും വിവിധ സംസ്കാരങ്ങളുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ കളിയാക്കിയപ്പോൾ നമ്മൾ ഒന്നിച്ചു നിന്നു. അപ്പോൾ ഇനി ഈ ലക്ഷദ്വീപിലേക്ക് ആളുകൾ കൂടുതൽ പൊക്കോട്ടെ, ഈ മാലദ്വീപിലേക്ക് പോകണ്ട, കാരണം രണ്ടും ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ കണക്കെടുത്തു കഴിഞ്ഞപ്പോൾ ലക്ഷദ്വീപിലേക്ക് സഞ്ചാരികൾ മനഃപൂർവ്വം പോകാൻ തുടങ്ങി ഇന്ത്യയിൽ നിന്ന്, അതായത് ഇന്ത്യ വഴി പോകുന്ന വിനോദസഞ്ചാരികൾ. അപ്പോൾ ഈ കവരത്തി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്
അഗത്തി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വിമാനങ്ങൾ ചെന്നിറങ്ങുന്നത്. 418 വിമാനങ്ങളാണ് 2023 അവിടെ ചെന്നിറങ്ങിയത് വിനോദസഞ്ചാരികളെ കൊണ്ട്. 2024 ആയപ്പോൾ അത് 786 വർദ്ധിച്ചു. അപ്പോൾ എത്രത്തോളം സഞ്ചാരികൾ പോയി. അപ്പം മാലദ്വീപിന്റെ വിനോദസഞ്ചാര മേഖല അടിമുടി തകരുമ്പോൾ ലക്ഷദ്വീപിൽ വലിയ വളർച്ച ഉണ്ടാകുന്നു. ഈ മാലദ്വീപിന്റെ വിനോദസഞ്ചാര മേഖല എന്ന് പറയുമ്പോൾ അവിടുത്തെ ടൂറിസം കേന്ദ്രങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, അപ്പോൾ ഹോട്ടൽ ബുക്കിംഗ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, അങ്ങനെ ഏജന്റുമാരുണ്ട്. ഇവരുടെ എല്ലാം തന്നെ സാമ്പത്തിക നില തകരാറിലായി എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ തന്നെ സാമ്പത്തിക നിലയിൽ വലിയ ഇടിവുണ്ടായി. അപ്പം 3 മന്ത്രിമാരാണ് മറ്റൊരു രാജ്യത്തെ പ്രധാനമന്ത്രി അപമാനിച്ചത്. അപ്പം മാലദ്വീപിന് മനസ്സിലായി ഇത് വലിയ പ്രശ്നമാണ്, തിരിച്ചടിയാവുന്നതാണ്. അപ്പോൾ ഉടനെ മാലദ്വീപ് പറഞ്ഞു ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല, ഈ രാജ്യത്തിന്റെ നിലപാടല്ല, ഇത് ചില ആളുകൾ വ്യക്തിപരമായ പരാമർശം നടത്തിയതാണ്, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു, ഞങ്ങളെ ബഹിഷ്കരിക്കരുത്. പക്ഷേ നരേന്ദ്രമോദി ഒരു ബഹിഷ്കരണം നടത്തിയില്ല. കുറച്ച് ഫോട്ടോസ് എടുത്ത് എക്സിൽ കൊണ്ട് പോസ്റ്റ് ചെയ്തു. അതോടുകൂടി അത് വലിയ വൈറലായി മാറി. അപ്പോഴത്തേക്ക് ആ ഭാഗത്തേക്ക് പോയാൽ മതി. പക്ഷേ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന, ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന കുറച്ച് ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ പരസ്യമായ നിലപാടുമായി രംഗത്തെത്തി. അവർ പറഞ്ഞത് ഇനി നമ്മൾ മാലദ്വീപിലേക്കൊന്നും ടൂറിസത്തിന് പോകണ്ട, ലക്ഷദ്വീപ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോയാൽ മതി, പരസ്യമായി നമുക്ക് അവരെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞു. ഇതിന് വലിയ പ്രചാരവും കിട്ടി. ഒപ്പം തന്നെ ഈ മാലദ്വീപിലെ ഡെപ്യൂട്ടി സ്പീക്കറുണ്ട്, അദ്ദേഹം പറഞ്ഞു വംശീയമായ പരാമർശം നടത്തുന്നതിന് തുല്യമാണ് മാലദ്വീപിലെ ചില മന്ത്രിമാർ നടത്തിയ പരാമർശങ്ങൾ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ തന്നെ മുൻ ഒരു ഭരണാധികാരിയാണ് ആ പറയുന്നത്. അതും ലോക രാജ്യങ്ങൾ, ലോക ജനത ശ്രദ്ധിച്ചു, ഇന്ത്യൻ ജനതയെ ശ്രദ്ധിച്ചു. അപ്പോൾ ഇന്ത്യ അങ്ങ് തീരുമാനിച്ചു ഇവരെ ബഹിഷ്കരിക്കാൻ. അപ്പോൾ ലക്ഷദ്വീപിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ അതിനനുസരിച്ച് അവിടത്തേക്ക് ടൂറിസം വികസിക്കും. ആ രീതിയിലേക്ക് ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചു. അപ്പം നമ്മുടെ പ്രധാനമന്ത്രിയെ ഒന്ന് കളിയാക്കിയാൽ, നമ്മുടെ രാജ്യത്തെ ഒന്ന് കളിയാക്കിയാൽ ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കും എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. മാലദ്വീപിനെ സംബന്ധിച്ച് ഈ ടൂറിസം വരുമാനമില്ലെങ്കിൽ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, ജീവിത രീതി എല്ലാം താറുമാറിലാകും. അല്ല, അവിടെ ഈ ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമാണ് മദ്യം എന്ന് പറയുന്നത്. അവിടെ ഇതുവരെ മദ്യം ലഭ്യമല്ലായിരുന്നു, പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ ആളുകളെ ബാധിക്കാതെ തന്നെ അവിടെ മദ്യവിൽപ്പനയ്ക്കുള്ള അംഗീകാരം കേന്ദ്ര മന്ത്രിസഭ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള മറ്റു പല ആശുപത്രി സംവിധാനം ഉൾപ്പെടെ, അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് കെട്ടിട സൗകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം വർദ്ധിപ്പിക്കുകയും, ഈ മാലദ്വീപിൻ ലക്ഷദ്വീപ് തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതലുണ്ട് എന്നുള്ളതാണ്. അതിനെ മറികടന്നുകൊണ്ട് ഇന്ത്യ കൃത്യമായി തീരുമാനമെടുത്തു. ലക്ഷദ്വീപിൽ ഒരു വലിയ ഒരു കൃത്യമായ ഒരു സൗകര്യം, അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കണമെന്നുള്ള തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൻ്റെ ഭാഗമായി അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തു. ഇത് വളരെ വലിയ രീതിയിൽ നമ്മുടെ ടൂറിസത്തിനും അതിൽ നിന്നുള്ള വരുമാനത്തിനും നമ്മളെ ഏറെ സഹായിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ വളരെ മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മാലദ്വീപിനെ പോലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചത്. ഒപ്പം ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഈ കടലോര മേഖല, ഈ പാകിസ്ഥാനും ചൈനയ്ക്കുമൊക്കെ ഇതിന് സമീപത്തൂടെ കടന്നു പോകാൻ കഴിയുന്ന വിശാലമായ ഒരു സമുദ്ര മേഖലകളുണ്ട്. അപ്പോൾ അവിടെ ഒരു ആർമി ക്യാമ്പ് ഉൾപ്പെടെ സജ്ജീകരിക്കണമെന്ന് ഇന്ത്യ തീരുമാനിച്ചു. അപ്പോൾ ഇന്ത്യയുടെ ലക്ഷ്യം 2ആണ്. ഒന്ന്, ആ മേഖലയിലെ സൈനിക ഒരു വിന്യാസം, അല്ലെ സൈനികരുടെ ഒരു കാഴ്ചപ്പാട് അതൊക്കെ വർദ്ധിപ്പിക്കണം, അവിടുത്തെ നിരീക്ഷണം ശക്തമാക്കണം, ഒപ്പം തന്നെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം. കാരണം ഇതൊരു വലിയ ടൂറിസം മേഖലയാണ്. ഈ ടൂറിസം എന്ന നിലയിൽ വികസിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. മാലദ്വീപിന് ഇത്തരത്തിലുള്ള ഒരു വികസനം നടത്താൻ കഴിയുമെങ്കിൽ ഇന്ത്യക്ക് എന്തുകൊണ്ട് നടത്തിക്കൂടാ? പക്ഷേ ലക്ഷദ്വീപിലെ ജനങ്ങൾ അതിനെ എതിർത്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇത്തരം വികസനം വേണ്ട, റോഡ് വികസിപ്പിക്കേണ്ട, നാട് വികസിപ്പിക്കേണ്ട, ഈ പറയുന്ന മദ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടേക്ക് വരും, അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ രാജ്യം ഒരു തീരുമാനമെടുത്താൽ അതുമായിട്ട് മുന്നോട്ട് പോവുകയല്ലാതെ വേറെ നിവർത്തിയില്ല. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ലക്ഷദ്വീപിൽ കുറച്ചുകൂടെ ടൂറിസം മേഖല വികസിക്കുകയാണെങ്കിൽ മാലദ്വീപിൻ്റെ അടപ്പളകി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം ഒറ്റയടിക്കാണ് ഈ പറയുന്ന 51% വിനോദസഞ്ചാരികളുടെ എണ്ണം കുറയുന്നത്. അപ്പോൾ ഒരു പരസ്യമായ ആഹ്വാനം ഇല്ലാതെ ജനങ്ങൾ സ്വയം തീരുമാനമെടുത്ത് ഇത്രയും കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ നാളെ പരസ്യമായ ആഹ്വാനം ഉണ്ടാകുകയാണ്. ഇവിടെ ഒരു പുതിയ ടൂറിസം കേന്ദ്രമുണ്ട്, ഇന്ത്യ ലോകത്തിന് മുന്നിൽ വാതായനങ്ങൾ തുറന്നിടുകയാണ്, നിങ്ങൾക്കറിയാമോ ലക്ഷദ്വീപ് ഒരു മനോഹരമായ സ്ഥലമാണ്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോരൂ, ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഇടിച്ചു കയറും. അപ്പോൾ ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ, സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ, സ്പോർട്സ് താരങ്ങൾ, ഇവരെല്ലാം തന്നെ ഈ ലക്ഷദ്വീപിന് വേണ്ടി നിലകൊണ്ടു. അങ്ങോട്ടേക്ക് ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തി. ഈ ഒരു സാധനത്തെ അല്ലെങ്കിൽ ഈ ഒരു ഒഴുക്കിനെ നിലയ്ക്ക് നിർത്താൻ തൽക്കാലം മാലദ്വീപിന് കഴിയുന്നില്ല. അതുകൊണ്ട് അവർ ഒരിക്കൽ കൂടി കാലേ വീഴുകയാണ്. ഞങ്ങളോടുള്ള ബഹിഷ്കരണം അവസാനിപ്പിക്കണം, ഞങ്ങളുടെ ചില ആളുകൾ ചെയ്ത തെറ്റ് ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തല്ല, അത് ഒഴിവാക്കണം. ചില വ്യക്തികൾ അവരുടെ വ്യക്തി താല്പര്യങ്ങൾ മുൻനിർത്തി പറഞ്ഞ പ്രസ്താവനകളാണ്, ഒരിക്കലും ഈ രീതിയിൽ പോകരുത്. നമുക്കറിയാം ഈ അയൽ രാജ്യങ്ങൾ തമ്മിൽ പരസ്പര ബഹുമാനത്തോടെ പുരോഗമനപരമായ ചർച്ചകൾ നടത്തിയെങ്കിൽ
ഉണ്ടെങ്കിൽ മാത്രമേ ഇരു രാജ്യങ്ങൾക്കും ഗുണമുണ്ടാവുള്ളൂ. ഇവിടെ ഇന്ത്യ എന്ന് പറയുന്നത് സാമ്പത്തികപരമായി, സൈനികപരമായി, നയതന്ത്രപരമായി ഒരുപാട് ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ലോകത്തിൽ തന്നെ ഒരു അഞ്ചാമത്തെ വലിയ ശക്തിയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ അടുത്ത് കാല് പിടിക്കുക അല്ലാതെ മാലദ്വീപിന് വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് പറയുകയാണ്, ഞങ്ങളെ ബഹിഷ്കരിക്കരുത്. ഞങ്ങളുടെ വിനോദസഞ്ചാര മേഖലയിലെ ആ ഒരു ആളുകളുടെ കുറവ്, ആ ഒഴുക്ക് അത് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൈന കുറെ കാലമൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യും, പിന്നെ ചൈനയുടെ പണി നോക്കി. കാരണം അവർ പൈസ ഇറക്കി കളിക്കില്ല ചൈന. ഇവിടെയും ഉള്ള പ്രശ്നം അതാണ്. ഇന്ത്യ നിരുപദ്രവകരമായ നിലപാട് സ്വീകരിച്ചാൽ മാലദ്വീപിലേക്ക് ഇനിയും ടൂറിസ്റ്റുകൾ വരും. പക്ഷെ ലക്ഷദ്വീപ് വികസിപ്പിക്കാനാണ് പദ്ധതിയെങ്കിൽ മാലദ്വീപിന്റെ കാര്യം ഏതാണ്ട് കടയടച്ചു പൂട്ടുന്നതിന് തുല്യമാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.